ഏപ്രിൽ 9 നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് (UDF) തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കി. കേരളം ജയിക്കും, UDF നയിക്കും എന്ന മുദ്രാവാക്യമുയർത്തി കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് പത്രിക പ്രകാശനം ചെയ്തത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾക്കൊപ്പം 6 പ്രധാന ഇന്ദിരാ ഗ്യാരണ്ടികൾ ആണ് പത്രികയിലെ പ്രധാന ആകർഷണം. പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ: സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കുകയും അത് ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം പോക്കറ്റ് മണി നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. യുവാക്കൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി 5 ലക്ഷം രൂപ വരെ പലിശ രഹിത വായ്പ ലഭ്യമാക്കും. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. റബ്ബറിന് കിലോയ്ക്ക് 300 രൂപ താങ്ങുവില ഉറപ്പാക്കും. കാർഷിക മേഖലയ്ക്കായി പ്രത്യേക ബജറ്റ് അവതരിപ്പിക്കും. അതിൽ തൊഴിൽ 5 വർഷം കൊണ്ട് 5 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകും. ഇതിനായി ജോബ് വാച്ച് ടവർ പദ്ധതി കൊണ്ടുവരും. 5 വർഷം കൊണ്ട് അർഹരായ 5 ലക്ഷം പേർക്ക് വീട് നൽകും. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി പ്രത്യേക നിയമം കൊണ്ടുവരും. ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് ബെഡ് അവകാശമാക്കും. BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമാക്കും. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ, ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കും. മറ്റു പദ്ധതികളായിട്ട് പറയുന്നത് വയനാട്ടിൽ ട്രൈബൽ സർവകലാശാല, പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ പേരിൽ റാഗിംഗ് വിരുദ്ധ പദ്ധതി എന്നിവയും പത്രികയിൽ ഉൾപ്പെടുന്നു.